മേമയുടെ മൂത്ത മോളുടെ ഉണ്ണീരെ ഒന്നാമത്തെ ബർത്ത്ഡേ വയ്ക്കുന്ന എൻ്റെ ഫ്രണ്ടും ബന്ധുവും കൂടിയായ അമീഷ എനിക്കൊരു കേക്ക് കഷ്ണം കപകെട്ടുകാരൻ കഴിക്കണ വെച്ചാൽ കളർ കണ്ടപ്പോൾ കഴിച്ചു പോയി. അമ്മ നോക്കിയപ്പോൾ അതിനേക്കാൾ വലിയ പീസ് എടുത്ത് വെച്ചു. ഇവൾക്ക് നല്ല മുടിയുണ്ട്. മേമയുടെ മൂന്നാമത്തെ മോള, രണ്ടാമത്തെ നൈസിങ്. അതാണ് ഇവള്. പാവം എല്ലാ പരിപാടികളും വീഡിയോ കോളിൽ കാണാൻ മാത്രം അവൾക്ക് യോഗ ഉള്ളൂ. നേരത്തെ പറഞ്ഞ അമീഷ അച്ഛനാണ്ടാ ഭയങ്കര സ്നേഹം. എന്തോരം കഷ്ണം ചിക്കട്ടെന്ന് പറയും. പിന്നെ ഓൾക്ക് നല്ല സ്നേഹം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് സലാഡ്. അതെനിക്ക് കുറേ വട്ടിട്ടു. ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാത്തതുകൊണ്ടും നല്ല വിശപ്പുള്ളതുകൊണ്ടും ബിരിയാണി കുറേ നാളെ കഴിച്ചതുകൊണ്ടും നല്ല ലടിച്ച്. ബേസിക്കലി ഞാൻ ഒരു ബിരിയാണി ലവർ അല്ലെങ്കിലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. ചിക്കനും കൊള്ളാം. പൈനാപ്പിൾ വിളമ്പി ചണ്ടെടുത്ത് വെച്ചു. ചടാ 2 പൈനാപ്പിൾ അഞ്ചെന്നെ ചീത്ത പറഞ്ഞു വെച്ചു. ഇല്ലട മോനെ നീ കഴിക്കി. അപ്പോൾ ഞാൻ ഹാപ്പി ആയി. നോക്കിയപ്പോൾ ഐസ്ക്രീം തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു. ആള് പിന്നെയും എനിക്ക് സ്നേഹം കൊണ്ട് ചിക്കട്ട് തന്നെ. സിമോൾക്ക് മിഠായി കിട്ടാത്തതിന് വിഷമം പറഞ്ഞതാ. ഇതേ മിഠായി അടിച്ചു മാറ്റാൻ കണ്ടപ്പോൾ എനിക്ക് ദാസപ്പിന് ഓർമ്മ തന്നെ. ഞങ്ങൾ ബാറിൽ നിന്ന് ഇതുപോലെ മിച്ചർ അടിച്ചു മാറ്റിയിട്ട് പിന്നെ ഒരേ പൈനാപ്പിൾ ഇട്ട് പോയി. എന്താ സ്നേഹം. ബിരിയാണി കഴിച്ചൊരു ഗ്ലാസ് തണുത്തോളം കഴിച്ചിട്ടല്ലോ. വാവ്. അവസാനമായിട്ട് ഈ ചിക്കൻ്റെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് പറഞ്ഞാൽ പിന്നെ ഐസ്ക്രീം കപകെട്ട് നീരിച്ചൊക്കെ ഉണ്ട്. എന്നാലും നല്ല അടിച്ചിട്ട് 1-2 ഒരു 5-6 കഴിച്ചുട്ടാ. അതിന് ക്ഷീണം നാളേക്ക് അറിയാൻ പറ്റും. ഉണ്ണിരേന്ന് അടി വാങ്ങിച്ചിട്ട് പോകാൻ ജെസ്സിമോള് നിൽക്കണം കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോണേ തൊട്ട് മുമ്പ് എന്നെ വന്നെല്ലാവരും കണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, എനിക്ക് കുറച്ചധികം ഫുഡ് വിളമ്പന്നേ അതിൻ്റെ സ്നേഹം. അവസാനം ജോഫിനടുത്ത് താറ്റിയും പറഞ്ഞ് ഒരു ചായയും കുടിച്ച് വീട്ടിൽ പോന്നു. അപ്പോൾ ഓക്കെ ബൈ.